ഓപ്പോയുടെ ഓപ്പോ A1 വൈറ്റാലിറ്റി എഡിഷൻ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ A1 വൈറ്റാലിറ്റി എഡിഷൻ എന്നുള്ള ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 6.56 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഫോൺ ഏകദേശം 21,200 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ഫുൾ HD റെസൊല്യൂഷനൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ HD റെസൊല്യൂഷൻ മാത്രമേ വരുന്നുള്ളൂ. അത് ഒരു നെഗറ്റീവായിട്ട് തന്നെ പറയേണ്ടി വരും. പിന്നെ LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ 20,000 രൂപയ്ക്ക് മുകളിലൊക്കെ ഇപ്പം പല ഫോണുകളിലും AMOLED ഡിസ്പ്ലേ വരാറുണ്ട്. ഈ ഫോണിൽ അതും വരുന്നില്ല, LCD പാനലേ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഇതിൽ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേനെ. അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യം, ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ചാണ് കൊടുത്തിരിക്കുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ പഞ്ചോൾ ഡിസൈനൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഏകദേശം 89.8% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും 21,200 രൂപ പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നില്ല. ഫുൾ HD റെസൊല്യൂഷൻ കൊടുത്തിട്ടില്ല, AMOLED ഡിസ്പ്ലേ വരുന്നില്ല, അതുപോലെ തന്നെ പഞ്ചോൾ ഡിസൈനും ഇതിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ശരിക്കും നിരാശപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 158 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.99 mm ആണ്. പിന്നെ ഇതിൽ IP54 റേറ്റിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatek dimensity 6020 എന്ന പ്രോസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് മുമ്പ് ലോഞ്ച് ചെയ്തിട്ടുള്ള mediatek dimensity 700 എന്ന പ്രോസസ്സറിൻ്റെ ഒരു റീബ്രാൻഡഡ് വെർഷനാണ്. ഈ ഒരു പ്രോസസ്സർ 21,200 രൂപ പ്രൈസ് റേഞ്ചിൽ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ അല്ല ഈ ഒരു പ്രോസസ്സർ. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഇപ്പം ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ വരുന്നുണ്ട്. പ്രോസസ്സറും അത്ര മികച്ചത് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇതിൽ 5G സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ 12 GB റാമും അതുപോലെ തന്നെ 256 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല റാം എക്സ്പാൻഷൻ എന്നുള്ള ഫീച്ചറും കൂടി വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 8 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ടോട്ടലായിട്ട് 20 GB റാം വരെയൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ LPDDR4Xൻ്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും ഈ ഫോണിൽ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്കും ഇതിൽ കൊടുത്തിട്ടുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള കളറോയ സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡുവൽ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിൻ്റെ f1.8 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ഒരു ഡെപ്ത് സെൻസറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും ഇതിൽ വരുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൽ അതും മിസ്സിംഗ് ആണ്. അതും കുറച്ചൊക്കെ നിരാശപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. പിന്നെ ഫ്രണ്ടിൽ 8 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ Type C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും തരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 1,799 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 21,200 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാലും ഒരിക്കലും അത്ര മികച്ചതാണ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വരുന്നില്ല. ഇതിൽ ഫുൾ HD റെസൊല്യൂഷൻ പോലും കൊടുത്തിട്ടില്ല. പിന്നെ പഞ്ചോൾ ഡിസൈനും വരുന്നില്ല, AMOLED ഡിസ്പ്ലേയും വരുന്നില്ല. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള മികച്ചൊരു പ്രോസസ്സറും ഈ ഫോണിൽ വരുന്നില്ല. ക്യാമറയുടെ കാര്യത്തിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നില്ല. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ തരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് ഉണ്ട് എന്നൊക്കെ പറയാവുന്നതാണ്. പിന്നെ 12 GB റാമും 256 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ബാക്കി ഫീച്ചേഴ്സ് അത്ര മികച്ചതല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സ് അല്ല. ഇനി ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് വെച്ചാൽ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. ചിലപ്പം ലോഞ്ച് ചെയ്തേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. ഇനി അഥവാ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും വേറെ ഏതെങ്കിലുമൊക്കെ പേരിൽ ലോഞ്ച് ചെയ്യാനാണ് സാധ്യത. ഈ ഒരു പ്രൈസിങ്ങിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു ഫോൺ ലോഞ്ച് ചെയ്യാതിരിക്കുകയാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഓപ്പോ A1 വൈറ്റാലിറ്റി എഡിഷൻ എന്ന ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.